അപ്പം നേട്ടാ ഞാൻ കുറച്ച് അവിയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നൈറ്റ് നമുക്ക് ചപ്പാത്തിയാണ്. ഇതിപ്പോൾ ഞാൻ നാളത്തേക്കാണ് ഈ കറി വയ്ക്കുന്നത്. നാളത്തേക്ക് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഏട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് കറി വേണമല്ലോ. അന്നേരം നേരത്തെ എണീക്കാൻ എനിക്ക് കഴിയില്ലാണ്ട് ഞാൻ രാത്രി തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കും. അത് മാത്രമല്ല എനിക്ക് നൈറ്റാണ് ഞാൻ എൻ്റെ പണികളെല്ലാം ചെയ്യുന്നത്. കാരണം കുക്കു എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇവിടെ ഞാനും ഏട്ടനും മോളും മഞ്ചാടി മോളും കുക്കുമോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം നേട്ടം നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കഴുകി നല്ല വൃത്തി കഴുകി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ വേണ്ട സബോള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ നമുക്ക് ചെറിയുള്ളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയാക്കി എടുത്തു. പിന്നെ കാന്താരിമുളക് അടിപൊളിയാണ്. കാന്താരിമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, ഈ ഉണ്ട പച്ചമുളക് അതുണ്ട്, അതിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പം അതും എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറിയിടണം. ഓക്കെ, ഇനി അടുത്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്കിത് വേഗം വയ്ക്കണം. വെള്ളം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കാം. അപ്പം നമ്മുടെ അവിയലിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം എന്താണ്, മഞ്ഞൾപ്പൊടി ഇട്ടില്ല അല്ലേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് ചതച്ച് വെച്ചിരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതായത് വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെക്കാറ് കേട്ടോ. അപ്പം ഞാൻ താണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എനിക്കങ്ങനെ കുക്കിങ്ങിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല. ഞാൻ എൻ്റേതായ രീതി ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാറാണ് പതിവ്. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേന് ശരി അങ്ങനെ എടുത്ത് വീഡിയോ ഇടാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പം നേട്ടം നമ്മുടെ അവിയൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പിടാറുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പിട്ടു. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് അങ്ങ് ഇടണം. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഞാൻ ക്യാമറയും ഇതും എല്ലാം കൂടെ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങ ഞാൻ അരയ്ക്കാറില്ല, വെറുതെ ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് ആവി കയറ്റി എടുക്കാറേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിയലിനകത്ത് വഴുതനങ്ങയോ അല്ലെങ്കിൽ മറ്റേ കത്രിക്കയില്ലേ അത് വേറെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയ കാര്യം അത് കൂടുതൽ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ എന്ത് സാധനമാണെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഇങ്ങനെ തീരാന്നേ ഉള്ളൂ, പെട്ടെന്ന് വേവണമെന്നില്ല. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടു. ഇനി അത് മിക്സാക്കി ഒന്നും കൂടെ നന്നായിട്ട് അടച്ച് വെച്ച്, ഇതിപ്പോൾ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ വേറെ ആയിട്ട് കിടക്കുന്നത് കാര്യമാക്കണ്ട കേട്ടോ. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓക്കെ ആയിക്കോളും. ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് വെന്ത് ഇതായി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ലതാണ്, സൂപ്പറായിട്ട് ഇരുന്നോളും. ഇനി ഇത് അവിയൽ താത്ത് വെക്കാൻ നേരം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴത്തേക്കിനും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ അവിയൽ. അപ്പം നമ്മുടെ അവിയൽ വേണ്ട സെറ്റായി മക്കളെ, സൂപ്പർ. എൻ്റെ അവിയലിനെ ഞാനല്ലാണ്ട് പിന്നെ ആര് പുകഴ്ത്തും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി. അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ശകല എരിവ് കൂടുതലുണ്ട്. സാരില്ല, കറിക്ക് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള നല്ല മറ്റേ
ഉണ്ടമുളകായിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. ഞാനങ്ങ് ശരിക്കും അങ്ങ് ചതച്ചിട്ട് ഒരു 3 ഇട്ടുള്ളൂ, പക്ഷേ അത് നല്ല എരിവുള്ളായിരുന്നു. എന്തായാലും കൊള്ളാം, സൂപ്പർ.